ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട 10th ലെവൽ എക്സാംസിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നവംബർ, ഡിസംബർ എന്നിവയൊക്കെയാണ് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട 10th ലെവൽ എക്സാംസ് ആണ് ഒന്ന് VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെവ്കോ LDC അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, കമ്പനി ബോർഡ് LGS. VFA എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. റവന്യൂ വകുപ്പിലേക്കാണ് ഈ എക്സാംസ് നടത്തുന്നത്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 2022 അതിൻ്റെ പ്രിലിംസ് നടന്നു. 2023 മെയിൻസ് എക്സാം നടന്നു. 2024 റാങ്ക് ലിസ്റ്റും വന്നു. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2027 വരെയാണ്. 2027 തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. 2027 റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 2025 ലാസ്റ്റിലോ 2026 ആദ്യത്തോടു കൂടിയോ VFA നോട്ടിഫിക്കേഷൻ വന്ന് 2026 എക്സാം നടന്നാൽ മാത്രമേ 2027 VFA പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുള്ളൂ. ഇത് ഡിസ്ട്രിക്ട് വൈസ് എക്സാമാണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഒറ്റ എക്സാം മാത്രമായിട്ടായിരിക്കും നടക്കുക. ജില്ലാതല എക്സാംസിനൊന്നും ഇപ്പം പ്രിലിംസ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ എക്സാം, മെയിൻ എക്സാം മാത്രമായിട്ടായിരിക്കും VFA കണ്ടക്ട് ചെയ്യുക. അടുത്തത് ബെവ്കോ LD, ബെവറേജ് കോർപ്പറേഷൻ LDC. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എക്സാമാണിത്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 നവംബർ 30. 2022 പ്രിലിംസ് നടന്നു. 2023 മെയിൻ എക്സാമും നടന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ഫെബ്രുവരി 6. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2027 ഫെബ്രുവരി 5 വരെയാണ്. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് 2027 ഫെബ്രുവരി 6 ആകുമ്പോഴേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ബെവ്കോ LDC ഒരു സ്റ്റേറ്റ് ലെവൽ എക്സാമാണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസ് പ്ലസ് മെയിൻസ് പാറ്റേണിലായിരിക്കും എക്സാം നടത്തുക. ലാസ്റ്റ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 1619 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1560 പേരുമാണ് ഉണ്ടായിരുന്നത്. ഈ എക്സാമിൻ്റെ പ്രിലിംസ് കട്ട് ഓഫ് 80.33 ആയിരുന്നു. മെയിൻസ് എക്സാമിൻ്റെ കട്ട് ഓഫ് 76.67 ആയിരുന്നു. ബെവ്കോ LD 2025 നോട്ടിഫിക്കേഷൻ 2025 നവംബർ, അടുത്ത മാസം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറാണ്. അതും ഈ വർഷം തന്നെ നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ട് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. APO എന്നറിയപ്പെടുന്നതാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. ഇതൊരു യൂണിഫോം പോസ്റ്റാണ്. ഈ എക്സാമിൻ്റെ യോഗ്യതയിൽ ചെറിയൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷനിൽ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ആയിരുന്നു. പക്ഷേ 12th ലെവൽ ക്വാളിഫിക്കേഷൻ ആക്കാൻ ഉള്ള ചാൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന ശേഷം മാത്രമേ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അതും ഈ വർഷം തന്നെ, അതായത് നവംബർ മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും വരും. അടുത്തത് കമ്പനി ബോർഡ് LGS. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എക്സാമാണിത്. അതുപോലെ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാമാണ് കമ്പനി ബോർഡ് LGS. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു LGS എക്സാമാണ് കമ്പനി ബോർഡ് LGS. അതുപോലെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS. ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. ഇതിന് പൊതുവേ വലിയ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യാറ്. എന്നിട്ടും ആ ലിസ്റ്റിൽ നിന്ന് മുഴുവനായിട്ടും നിയമനങ്ങൾ പോവാറുമുണ്ട്. ഈ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ 7th സ്റ്റാൻഡേർഡ് പാസ് ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. തത്തുല്യ യോഗ്യതയും പരിഗണിക്കുന്നതായിരിക്കും. സൈക്ലിംഗ് നോളജ് അറിയണം. പെൺകുട്ടികൾക്കും ഡിസേബിൾഡ് പേഴ്സണും ഇത് ആവശ്യമില്ല. സ്കെയിൽ ഓഫ് പേ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. പല കമ്പനി കോർപ്പറേഷനുകളിലെയും ശമ്പള ഘടന വ്യത്യാസപ്പെട്ടിരിക്കും. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സാണ്. ജനറൽ കാറ്റഗറിക്കാർക്കാണെങ്കിൽ 2007 ജനുവരി 1 1989 ജനുവരി 2 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. OBC കാറ്റഗറിക്കാണെങ്കിൽ 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. 2007 ജനുവരി 1 1986 ജനുവരി 2 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. SC STക്ക് ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ. 2007 ജനുവരി 1 1984 ജനുവരി 2 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കമ്പനി ബോർഡ് LGSൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 2023 മെയിൻ എക്സാം നടന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ജനുവരി 12. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2027 ജനുവരി 11. അതിനാൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് 2027 ജനുവരി 12 നിലവിൽ വരണം. 2027 ജനുവരിയിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 2025 നോട്ടിഫിക്കേഷൻ വരികയും 2026 എക്സാം നടക്കുകയും വേണം. PSCയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനപ്രകാരം 2025 നവംബറിൽ തന്നെ
കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വരും. 2024 റാങ്ക് ലിസ്റ്റിൽ 3712 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 1.5 വർഷത്തിനുള്ളിൽ തന്നെ 2500-നടുത്ത് നിയമന ശുപാർശകളാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് നടന്ന കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസ് കട്ട് ഓഫ് 75.54-ഉം മെയിൻസിൻ്റെ കട്ട് ഓഫ് 76.67 ആണ്. സിലബസ് എന്ന് പറയുന്നത് 80 മാർക്ക് GKയും 20 മാർക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയും ആണ്. ഇവിടെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനിയും നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. ഒരുപാട് പേര് പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ ഇനി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ പഠനം തുടങ്ങുക. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.